അപ്പോൾ നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ സിമ്പിൾ ആയിട്ടൊരു തക്കാളി റോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. റൗണ്ട് ചെയ്തിട്ട് മുറിക്കണം കേട്ടോ. ഉള്ളി, അതുപോലെ തന്നെ തക്കാളി, പിന്നെ കറിവേപ്പില, എരിവിന് പാകത്തിന് പച്ചമുളക്, പിന്നെ അതുപോലെ വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തക്കാളി റോസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുക. ഇനി അതിലേക്ക് കടുക് ചേർത്ത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 4 അല്ലിയോളം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർക്കാം. ഇനി അതുപോലെ നമ്മുടെ ഉള്ളി നിങ്ങൾക്ക് ഈ റൗണ്ടായിട്ട് നമ്മൾ മുറിച്ചതിനെ ഒന്ന് കൈകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ. പിന്നെ എരിവിന് പാകത്തിന് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും. ഇതിലേക്ക് ഇനി ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിനി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ശരിക്കും വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റോസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മളിവിടെ രാവിലത്തെ പലഹാരത്തിനാണ് ഇന്നത്തെ റോസ്റ്റ് നമ്മൾ റെഡിയാക്കുന്നത്. അമ്മ ഇവിടെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാകുമ്പോഴേക്ക് നമ്മളെ തക്കാളി റോസ്റ്റും സിമ്പിളായിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. ഉള്ളി ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തക്കാളി കൂടെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് എരിവിന് പാകത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് ബാലൻസ് ചെയ്തിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഏകദേശം വളരെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ സോസാണ് കേട്ടോ, ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇനി തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഇനി കുറച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കാരണം തക്കാളി കൂടെ ചേർക്കുമ്പോഴേക്ക് ചെറിയൊരു വെള്ളപ്പറ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടച്ച് വെച്ച് ഇനി വേവിച്ചെടുക്കാം. തക്കാളി കൂടി ഉടഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ വെള്ളം കൂടി ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കാരണം റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അധികം ഡ്രൈ ആവരുത്, അതുകൊണ്ടാണ് വളരെ കുറച്ച് വെള്ളം ചേർത്തത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴേക്ക് നമ്മുടെ റോസ്റ്റിൻ്റെ ആ ഒരു പരിവം കറക്റ്റായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കുരുമുളകാണ് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തക്കാളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കോ ദോശയ്ക്കോ അതുപോലെ തന്നെ വെള്ളയപ്പത്തിനോ അങ്ങനെ പലഹാരത്തിനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.